ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ മേൺ സ്റ്റാക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്, മോങ്കോ ഡി ബി. സോ മോങ്കോ ഡി ബിയിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ കണക്ഷൻ സെറ്റ് ചെയ്യാം, നമ്മളുടെ നോട്ട് ജെഎസിൽ അതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. അതിനോടൊപ്പം തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് മോങ്കോ ഡി ബി വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് മേൺ സ്റ്റാക്ക് ആപ്ലിക്കേഷനാണ് ഇത്. സോ ഇതൊരു എക്സാമ്പിൾ ഡാറ്റാ സെറ്റ് വെച്ചിട്ട് നമ്മളുടെ മൂവീസിനെ IMDb പോലെ കാണിക്കാനുള്ളൊരു ചെറിയൊരു ആപ്പാണ്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു എക്സാമ്പിൾ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് MongoDB എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഗൂഗിളിൽ MongoDB എന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ mongodb.com എന്ന ലിങ്കിലേക്ക് പോവാം. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പേജ് കാണാം. അതിനകത്ത് ട്രൈ ഫ്രീ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രൈ ഫ്രീ കൊടുക്കുക. ഇതിനകത്ത് നമ്മളുടെ ഗൂഗിൾ വെച്ച് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത ശേഷം നമ്മൾക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ പേജ് കാണാം. അത് വായിച്ച് നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവും. അതായത് നമ്മളുടെ MongoDB അക്കൗണ്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കൊരു സർവേ പോലത്തെ ഒരു പേജ് വരും. അതിനകത്ത് നമ്മളുടെ പ്രൈമറി ഗോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ലേൺ MongoDB എന്ന് കൊടുക്കാം. പിന്നെ എത്ര കാലമായി ഇത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിനനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്നുണ്ട് നമ്മൾ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണെന്ന്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് നോട്ട് ജെഎസ് ആണല്ലേ. പിന്നെ എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കേണ്ടത്. അത് നോട്ട് ഷുവർ എന്ന് കൊടുക്കാം, അതർ വേണ്ട. പിന്നെ വലിയൊരു ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ് എനി ഓഫ് ദ ഫോളോയിങ് ആർക്കിടെക്ചർ, അതും നോട്ട് ഷുവർ എന്ന് കൊടുക്കാം. എന്നിട്ട് ഫിനിഷ് ചെയ്യാം. അത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ക്ലസ്റ്റർ ഡിപ്ലോയ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ ക്ലസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡാറ്റാബേസ് എല്ലാം ഹോൾഡ് ചെയ്യുന്ന ഒരു മെയിൻ പാരൻ്റാണ്. സോ ഇതിനകത്ത് 3-4 ഓപ്ഷൻസ് കാണാം. നമ്മളതിൽ ഫ്രീ ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തുള്ള ഈ 512 MB ഫ്രീ വെർഷൻ. നിങ്ങൾക്ക് പെയ്ഡ് വെർഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും, പിന്നെ കുറച്ചും കൂടെ സ്റ്റോറേജ് ഉണ്ടാവും. എന്നിട്ട് ഈ ക്ലസ്റ്ററിൻ്റെ നെയിം നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ ഡൈനോ DB എന്നാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ DB മാറ്റി നമുക്ക് ക്ലസ്റ്റർ കൊടുക്കാം, ഡൈനോ ക്ലസ്റ്റർ. ബിക്കോസ് ഒരുപാട് ഡാറ്റാബേസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ DB എന്ന് കൊടുക്കുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള നെയിമിംഗ് അല്ല. പിന്നെ AWS വേണോ, ഗൂഗിൾ വേണോ, അഷ്യൂർ വേണോ എന്ന് ചോദിക്കുന്നത് ഡിപ്ലോയ് ചെയ്യുന്നത്. ഞാൻ അഷ്യൂറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇതിന് ശേഷം ഈ ക്രിയേറ്റ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ക്ലസ്റ്റർ ഡിപ്ലോയ് ആവും. ഇതിനകത്തൊരു പോപ്പപ്പ് കാണാം. നമ്മളുടെ ഡാറ്റാബേസ് യൂസറിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസർ നെയിമും പാസ്വേഡും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അത് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കുക. നിങ്ങൾ ഒരു ഓട്ടോ ജനറേറ്റ് ചെയ്യുന്ന പാസ്വേഡ് ആണെങ്കിൽ കോപ്പി ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കാം. അത് കഴിഞ്ഞ് ക്രിയേറ്റ് ഡാറ്റാബേസ് യൂസർ എന്ന് കൊടുക്കുക. അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഈ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടായിരിക്കും നമ്മൾ MongoDBയിലേക്ക് കണക്ട് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ചൂസ് എ കണക്ഷൻ മെത്തേഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം എങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കോമ്പസ് ആണ്, മോങ്കോ കോമ്പസ്. അതെന്താണെന്ന് നമുക്ക് ഞാൻ എൻ്റെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇൻ്റർഫേസ് ഏകദേശം ഇതുപോലെ ആയിരിക്കും. സോ ഇതിൽ നമ്മൾ കണക്ഷൻ സ്ട്രിങ് കണക്ട് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ഡാറ്റാബേസും അതിനകത്തുള്ള ഡാറ്റയും നമുക്ക് കാണാനും എഡിറ്റ് ചെയ്യാനും പറ്റും. സോ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. കോമ്പസ് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് നോക്കിയാൽ 2 ഓപ്ഷൻ കാണാം. നമ്മളിപ്പോൾ MongoDB കോമ്പസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം, ചെയ്യാത്തവർക്ക് വേറൊരു ഓപ്ഷൻ. ഇൻ കേസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിവൈസ് ചൂസ് ചെയ്യാം. ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ ഇവിടെ വിൻഡോസ് കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആ മോങ്കോ കോമ്പസ് ഡൗൺലോഡായി കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പ്രോപ്പറായിട്ട് ഇത് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ നമുക്ക് താഴെ ഡൈനോ ക്ലസ്റ്റർ ഈസ് പ്രൊവിഷനിങ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണക്ഷൻ സ്ട്രിങ് ഇപ്പോഴും സെറ്റായി വരുന്നതേ ഉള്ളൂ. നമുക്കിത് ക്ലോസ് ചെയ്യാം, ഡൺ കൊടുക്കാം. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ ക്ലസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ആവുന്നത് വരെ. ഇത് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. സെറ്റായി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ ക്ലസ്റ്റർ ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾക്ക് കുറച്ച് സാമ്പിൾ ഡാറ്റ സെറ്റ് കാണാൻ പറ്റും, ഒരു സാമ്പിൾ ഡാറ്റാബേസ്. സോ നമ്മൾക്കൊരു ഗെറ്റ് മെത്തേഡെല്ലാം യൂസ് ചെയ്തിട്ട് അതിനകത്തുള്ള ഡാറ്റാസ് എല്ലാം എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇനി നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ ഗെറ്റ് കണക്ഷൻ സ്ട്രിങ് എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും കണക്റ്റിംഗ് വിത്ത് മോങ്കോ ഡ്രൈവർ, പിന്നെ കുറച്ച് കമാൻഡ്സും കാണാം. ഇതിനകത്ത് ഈ ഭാഗത്തുള്ളതാണ് നമ്മളെ സ്ട്രിങ്. സോ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന നമ്മളെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ്. സോ നമുക്കിത് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മോങ്കോ കോമ്പസിലേക്ക് പേസ്റ്റ് ചെയ്ത് പുതിയൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ മോങ്കോ കോമ്പസ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ആഡ് ന്യൂ കണക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ URLലേക്ക് അതിനെ പാസ് ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് നമ്മളുടെ കണക്ഷൻ സ്ട്രിങ്. ഇതിനകത്ത് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്.
നമ്മൾ ലിങ്ക് നമുക്ക് ഈ സ്ലാഷ് വരെ മതിയാവും. ബാക്കിയുള്ള പോർഷൻ ഓപ്ഷനിലാണ്, അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് പ്രോപ്പറായിട്ട് കൊടുക്കുക. ഈ DB പാസ്വേഡ് എന്നുള്ള ഈ കംപ്ലീറ്റ് ഭാഗം റിമൂവ് ചെയ്തിട്ട് ഞാനിവിടെ പാസ്വേഡ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തൽക്കാലത്തേക്ക് വെച്ചിട്ടാണ്, ഞാനിത് ചേഞ്ച് ചെയ്യുന്നതാണ്. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, അത് പേസ്റ്റ് ചെയ്തു. സേവ് ആൻഡ് കണക്ട്. സോ നമ്മുടെ കണക്ഷൻ സേവായി, അതിപ്പോൾ കണക്റ്റായി വരും. ഇതിനകത്ത് നമുക്ക് 4 ഡാറ്റാബേസ് കാണാൻ പറ്റും. ഇത് മൊത്തം നമ്മൾ MongoDB തരുന്നത് തന്നെയാണ്. ഇതിനകത്ത് ലാസ്റ്റ് ഉള്ളതാണ് ഒരു മൂവി ഡാറ്റാബേസ്. സോ മൂവിയും തിയേറ്റേഴ്സൊക്കെ ഉള്ള ഒരു ഡാറ്റാബേസ് നമുക്ക് സാമ്പിളായിട്ട് തരുന്നതാണ്. അതുപോലെ വേറെയും ഒരു 2-3 ഡാറ്റാബേസ് ഇതിനകത്ത് കാണാം. സോ ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ നോഡ് സെർവറിലേക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്, മേൺ സ്റ്റാക്ക് എന്ന് പറയുന്നൊരു ഫോൾഡർ. അതിനകത്ത് ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് കോഡ് സ്പേസ് ഡോട്ട്, അതായത് നമ്മൾ VS കോഡ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ടെർമിനൽ ഇല്ലെങ്കിൽ ഇവിടെ ലിങ്കിൻ്റെ ഭാഗത്ത് മേലെ CMD എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. അതിനകത്ത് ഇതേപോലെ കോഡ് സ്പേസ് ഡോട്ട്, അപ്പോൾ VS കോഡ് ഈ പ്രോപ്പറായിട്ടുള്ള ഫോൾഡറിൽ ഓപ്പൺ ആവും. ഇനി നമുക്ക് നോഡിൻ്റെ ഫസ്റ്റത്തെ സെർവർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് npm init -y. സോ നോഡ് സെർവർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ക്രാഷ് കോഴ്സ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, index.js. ഇതിനകത്ത് നമ്മൾക്ക് എക്സ്പ്രസ്സും MongoDBയും യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് അതിന് രണ്ടിനെ ഇൻസ്റ്റാൾ ചെയ്യാം. npm install express സ്പേസ് പിന്നെ npm install MongoDB. സോ MongoDB എന്ന് മാത്രം പാസ് ചെയ്ത് കൊടുത്താൽ മതി. സോ മൾട്ടിപ്പിൾ ആയിട്ട് എന്തെങ്കിലും പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ npm install എന്ന് കൊടുത്തിട്ട് ആ പാക്കേജിന് സ്പേസ് വിട്ട് കൊടുത്താൽ മതി. അത് എല്ലാം കൂടെ ഒരുമിച്ച് ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ സെർവർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് കോൺസ്റ്റ് എക്സ്പ്രസ് ഈക്വൽ ടു റിക്വയർ എക്സ്പ്രസ്, അതുപോലെ കോൺസ്റ്റ് ആപ്പ് ഈക്വൽ ടു ആ എക്സ്പ്രസ്സിനെ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളുടെ ആപ്പിനെ റൺ ചെയ്യാം. app.listen ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് പോർട്ട് നമ്പർ 3200 ആണ് കൊടുക്കുന്നത്, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആരോ ഫംഗ്ഷൻ ആണ് കൊടുക്കുന്നത്. അതിനകത്ത് console.log ആപ്പ് ഈസ് റണ്ണിങ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അത് ഫോർമാറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ബേസിക് സെറ്റപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് MongoDB കോൾ ചെയ്യണ്ടേ. അതിനായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ വേണം. ഫസ്റ്റ് നമ്മളുടെ കണക്ഷൻ സ്ട്രിങ് അവിടെ പാസ് ചെയ്ത് കൊടുക്കണം. സോ കോൺസ്റ്റ് URL ഈക്വൽ ടു നമ്മൾ കണക്ഷൻ സ്ട്രിങ്ങിന് കോപ്പി ചെയ്യാം, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. സ്ട്രിങ് ആയിട്ട് വേണം കൊടുക്കാൻ. സോ കൊട്ടേഷനകത്ത് പാസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ സ്ലാഷ് വരെ മതിയാവും, ബാക്കിയെല്ലാം ഓപ്ഷനിലാണ്, അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഈ DB പാസ്വേഡ് എന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള നിങ്ങൾ പാസ്വേഡ് പാസ് ചെയ്ത് കൊടുക്കുക ഇവിടേക്ക്. അപ്പോൾ നമ്മളുടെ കണക്ഷൻ സ്ട്രിങ് സെറ്റാവും. ഇനി ഇതിനകത്ത് വേണ്ടത് കോൺസ്റ്റ് കേളി ബ്രേസസിനകത്തായിട്ട് നമുക്ക് മോങ്കോ ക്ലയൻറ്റിനെ ഇമ്പോർട്ട് ചെയ്യണം. ഈക്വൽ ടു റിക്വയർ MongoDB എന്ന് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഇമ്പോർട്ടിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് മേലെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം, എക്സ്പ്രസ്സിന് താഴെയായിട്ട് പേസ്റ്റ് ചെയ്യാം. അതിനകത്ത് കേളി ബ്രേസസിനകത്ത് നമുക്ക് മോങ്കോ ക്ലയൻറ്റ് ഇമ്പോർട്ട് ചെയ്യാം. അതിനകത്ത് മോങ്കോ ക്ലയൻറ്റ് സെലക്ട് ചെയ്യാം. സോ നമ്മൾ ഈ മോങ്കോ ക്ലയൻറ്റ് വെച്ചിട്ടാണ് നമ്മളുടെ കണക്ഷൻ സ്ട്രിങ് കണക്ട് ചെയ്യുന്നത്. സോ കോൺസ്റ്റ് ക്ലയൻറ്റ് ഈക്വൽ ടു പുതിയൊരു വേരിയബിൾ പാസ് ചെയ്യാണ്, ന്യൂ, എന്നിട്ട് മോങ്കോ ക്ലയൻറ്റ് പാസ് ചെയ്ത് കൊടുക്കാം, ന്യൂ മോങ്കോ ക്ലയൻറ്റ്. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഒരു URL എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സ്ട്രിങ് വാല്യൂ. സോ നമ്മളുടെ കണക്ഷൻ സ്ട്രിങ്ങിനെ നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കാം. സോ ഇതിൻ്റെ മീനിങ് ഈ ക്ലയൻറ്റിനകത്ത് പുതിയൊരു കണക്ഷൻ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു സെക്യൂരിറ്റി പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ ഈ URLനെ ഈ കോഡിനകത്ത് കൊടുക്കുന്നത് ശരിയല്ല. സോ അതിനായിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, .env. അത് നമ്മളുടെ കണക്ഷൻ സ്ട്രിങ്ങിനെ ഒരു എൻവിറോൺമെൻറ്റ് വേരിയബിൾ ആക്കാൻ പോവുകയാണ് നമ്മൾ. അതിനായിട്ട് ഈ env ഫയലിനകത്ത് URL ഈക്വൽ ടു, എന്നിട്ട് നമ്മളുടെ ഈ മോങ്കോ URL സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ URL ഈക്വൽ ടു തന്നെ കൊടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മോങ്കോ URL എന്ന് കൊടുക്കാം. കറക്റ്റ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു നെയിമിങ് എപ്പോഴും ഫോളോ ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് നമുക്കിത് റിമൂവ് ചെയ്യാം. ഈ സ്ട്രിങ് ഇവിടെ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് സെക്യൂർ അല്ല. എന്നിട്ട് ഇവിടെ കൊടുക്കേണ്ടത് process.env. എന്നിട്ട് നമ്മളുടെ മോങ്കോ URL നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് ആ സെയിം പേര് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്താണോ അവിടെ പേര് കൊടുത്തിട്ടുള്ളത് അതിവിടെ പാസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് ഈ .env ഇൻസ്റ്റാൾ ചെയ്യണം. സോ npm install .env. ഇനി ഇതിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. മേലെ require .env എന്ന് കൊടുക്കാം.
എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ ഡോട്ട് കൺഫിഗ് എന്നും കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. ഡോട്ട് കൺഫിഗ് എന്നിട്ട് ബ്രാക്കറ്റ്. ഓക്കെ, ഇതിപ്പോൾ പ്രോപ്പറായിട്ട് വർക്കാവും. നമുക്ക് വേണമെങ്കിൽ ഈ URLൻ്റെ വാല്യൂ നമുക്കിവിടെ കൺസോൾ ചെയ്ത് നോക്കാം. ഇവിടെ console.log എന്നിട്ട് env URL എന്ന് പാസ് ചെയ്തിട്ട് നമ്മളുടെ URLനെ പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെയുള്ള ക്ലയൻറ്റിന് ഞാൻ കമൻറ്റ് ചെയ്യാണ്. നമ്മുടെ നോഡ്മോൺ വെച്ച് ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ താഴെ ആ വാല്യൂ കറക്റ്റായിട്ട് പാസ്സായിട്ടുണ്ട്. നമ്മുടെ env വേരിയബിളിനകത്തു നിന്നുള്ള കറക്റ്റ് സ്ട്രിങ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ കൺസോൾ ലോഗ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കളയാം. എന്നിട്ട് നമ്മൾ സെർവർ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഈ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അൺകമൻറ്റ് ചെയ്യാം. സോ ഈ ക്ലയൻറ്റ് വേരിയബിളിനകത്ത് മോങ്കോ ക്ലയൻറ്റ് കണക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. ഇനി നമ്മൾക്ക് മോങ്കോ കോമ്പസിൽ പോയിട്ട് ഇവിടെ സാമ്പിൾ എംഫ്ലിക്സ് എന്ന് പറയുന്ന ഈ ഡാറ്റാബേസിനകത്ത് കുറച്ച് കളക്ഷൻസ് കാണാം. ഇതെല്ലാം ഓരോ കളക്ഷൻസ് ആണ്, കളക്ഷൻ ഓഫ് ഡാറ്റാസ്. സോ ഇതിനകത്ത് തിയേറ്റേഴ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റാസ് കാണാം. ഇനി ഇതിനെ എങ്ങനെ നമ്മളുടെ നോഡ് സെർവറിൽ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ടൊരു ഗെറ്റ് മെത്തേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. app.get എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് നമ്മളുടെ പാത്ത് പാസ് ചെയ്ത് കൊടുക്കാം. /shows എന്ന് കൊടുക്കാം. തിയേറ്റേഴ്സ് അല്ലേ, കോമ ഒരു ആരോ ഫംഗ്ഷൻ പാസ് ചെയ്യാം. പാരാമീറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആരോ ഫംഗ്ഷൻ, അതിനകത്ത് പാരാമീറ്റേഴ്സ് റിക്വസ്റ്റും റെസ്പോൺസും പാസ് ചെയ്ത് കൊടുക്കാം. സോ റിക്വസ്റ്റും റെസ്പോൺസൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇവിടെ നമ്മൾ ട്രൈ ക്യാച്ച് ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. ട്രൈ മെത്തേഡ് എന്നിട്ട് കേളി ബ്രേസസിനകത്ത് നമുക്കിത് കണക്ട് ചെയ്യാനുള്ള ലോജിക്ക് ഹാൻഡിൽ ചെയ്യാം. പിന്നെ ക്യാച്ച്. സോ ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എറർ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ക്യാച്ച് എറർ എന്നിട്ട് കേളി ബ്രേസസിനകത്ത് കൺസോൾ ലോഗ്, ജസ്റ്റ് ഒരു കൺസോൾ മാത്രമേ ഉള്ളൂ, എററിനെ കൺസോൾ ചെയ്യാം. ഓക്കെ, console.log എറർ എന്നിട്ട് ക്യാച്ച് ചെയ്യുന്ന എററിനെ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ലോജിക്ക് ആഡ് ചെയ്യാം. ട്രൈ മെത്തേഡിനകത്ത് കണക്ഷൻ എന്ന് കൊടുക്കാം. കോൺസ്റ്റ് കണക്ഷൻ ഈക്വൽ ടു അവൈറ്റ്. നമ്മൾ അസിങ്ക് അവൈറ്റ് ആക്കാം ഇതിനെ. അതിനായിട്ട് ഇവിടെ പാരാമീറ്റേഴ്സിന് മുമ്പായിട്ട് അസിങ്ക് എന്ന് പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കണക്ഷൻ്റെ അവിടെ അവൈറ്റ് നമ്മളുടെ ക്ലയൻറ്റ് ഡോട്ട് കണക്റ്റ് എന്നിട്ട് ബ്രാക്കറ്റ് പാസ് ചെയ്യാം. സോ നമ്മളുടെ കണക്ഷനെ കണക്റ്റ് ആവാൻ വേണ്ടി ഈ മെത്തേഡ് വെയിറ്റ് ചെയ്തോളും പ്രോപ്പറായിട്ട്. ഇനി കോൺസ്റ്റ് ഡാറ്റാബേസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഡാറ്റാബേസ് ഏതാണെന്ന് പാസ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് കണക്ഷൻ ഡോട്ട് DB, ഇതൊരു മെത്തേഡ് തന്നെയാണ്. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് നമ്മളുടെ സ്ട്രിങ്ങിൽ ഡാറ്റാബേസ് നെയിം പ്രോപ്പറായിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. സാമ്പിൾ എംഫ്ലിക്സ് അല്ലേ, അത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡാറ്റാബേസ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് അടുത്തത് കളക്ഷൻസ് വേണം. കോൺസ്റ്റ് കളക്ഷൻസ് ഈക്വൽ ടു ആ കളക്ഷൻ്റെ നെയിം കോപ്പി ചെയ്യാം. അതിനായിട്ട് ഇവിടെ തിയേറ്റേഴ്സ് അത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഡാറ്റാബേസ് നമ്മൾ മേലെ കൊടുത്തിട്ടില്ലേ, ഈ ഡാറ്റാബേസ് ഡോട്ട് കളക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് സ്ട്രിങ്ങിൽ തിയേറ്റേഴ്സ് പ്രോപ്പറായിട്ട് തിയേറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് തിയേറ്റേഴ്സിനകത്തുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് എടുത്തു നോക്കാം. സോ കോൺസ്റ്റ് തിയേറ്റേഴ്സ് ഈക്വൽ ടു അവൈറ്റ് മെത്തേഡ് പാസ് ചെയ്യാം. അവൈറ്റ് എന്നിട്ട് കളക്ഷൻസ് കൊടുക്കാം. ഡോട്ട് ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്യാണ്. ബ്രാക്കറ്റിനകത്ത് ഒരു empty കേളി ബ്രേസസ് പാസ് ചെയ്ത് കൊടുക്കുക. സോ എല്ലാം ഫൈൻഡ് ചെയ്തോളും. എന്നിട്ട് ഡോട്ട് ടു അറേ എന്നിട്ട് ബ്രാക്കറ്റ് പാസ് ചെയ്ത് കൊടുക്കുക. സോ ഒരു അറേ ആയിട്ടത് നമ്മളുടെ ഡാറ്റാസിന് റിട്ടേൺ ചെയ്തോളും. ഇനി നമ്മൾക്ക് ഈ റെസ്പോൺസ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡാറ്റാസിന്, അതായത് ഡോക്യുമെൻറ്റ്സിനെയും സെൻഡ് ചെയ്ത് നോക്കാം. സോ റെസ്പോൺസ് ഡോട്ട് സെൻഡ് എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് തിയേറ്റേഴ്സിന് പാസ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഇതുവരെ ഫെച്ച് ചെയ്തിട്ടുള്ള ഫൈൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിനെയും ഇത് സെൻഡ് ചെയ്തോളും. സോ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ നോഡ്മോൺ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമ്മളുടെ പോർട്ട് 3200 എന്ന് പറയുന്ന ആ ഒരു പോർട്ടിലേക്ക് പോയിട്ട് /shows പോവാം. /shows അല്ല നമ്മൾ തിയേറ്റേഴ്സിൻ്റെ റൗട്ട് പാസ് ചെയ്തിരിക്കുന്നത്. എൻ്റർ ചെയ്ത് നോക്കാം. നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റാസും നമുക്കിവിടെ കാണാം. സോ ഇത് ഫ്രണ്ട് എൻഡിലേക്ക് വരുമ്പോൾ നമുക്കിത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മളെ ഡാറ്റാസ് മൊത്തം നമുക്കിവിടെ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് ആ API വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോ ഡാറ്റാബേസ് MongoDB എന്ന്
പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാ ഡാറ്റാസും നമ്മൾ ഫെച്ച് ചെയ്തു. ഇനി ഞാനൊരു എക്സസൈസ് തരാം. നമ്മളുടെ മോങ്കോഡിബിയിൽ ആഡ് ചെയ്തിട്ടുള്ള സാമ്പിൾ കളക്ഷൻസിനകത്ത് മൂവീസ് എന്നൊരു കളക്ഷൻ ഉണ്ട്. ആ മൂവീസ് എന്ന കളക്ഷനകത്തു നിന്ന് നമ്മൾ കുറച്ച് ഡാറ്റാസ് ഫെച്ച് ചെയ്തിട്ട് അതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഞാൻ റൺ ചെയ്തിട്ട് അതിൻ്റെ എക്സാമ്പിൾ ഞാനൊന്ന് കാണിച്ചു തരാം. സോ അത് റണ്ണാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും, ബിക്കോസ് ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. ഏകദേശം 20,000-ഓളം ഡാറ്റാസ് അതിനകത്തുണ്ട് മൂവീസിൻ്റെ. അതിനകത്ത് നമുക്കിവിടെ പോസ്റ്റർ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു പോസ്റ്റർ കോപ്പി ചെയ്തിട്ട് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫിലിമിൻ്റെ പോസ്റ്റർ കാണാൻ പറ്റും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പോസ്റ്റ് മെത്തേഡും പുട്ട് മെത്തേഡും റിയാക്ട് ഫ്രണ്ട് എൻഡ് എല്ലാം ആഡ് ചെയ്തിട്ട് പുതിയൊരു വീഡിയോ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.